ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മാഗിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇച്ചിരി പച്ചക്കറിയൊക്കെ ആദ്യം ഒന്ന് ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് ഒരു സവാളയും ഇച്ചിരി പച്ചക്കറിയൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വെച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് മാഗി അതിലേക്ക് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ടത് ഇതിങ്ങനെ താണ്ട നികയ്ക്കാണ് വെള്ളം ഒഴിച്ചേക്കുന്നത്. അപ്പോഴത്തേക്കും ചായയൊക്കെ റെഡിയായി, ചായയൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് മാഗിയൊക്കെ ഒന്ന് തിളച്ച് വന്നു. ഞാനിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഞാനങ്ങിത് ഏതാണ്ട് വെള്ളമൊന്നും അങ്ങനെ ഇല്ലല്ലേ, തീ ഓഫാക്കിയിട്ട് അടച്ചിടും. കുറച്ച് നേരം കഴിയുമ്പോൾ അത് നന്നായി കുതിർന്നിങ്ങനെ വെന്ത് വരും. അപ്പം നമ്മുടെ മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം മാഗിയും കൂടെ കഴിച്ചതിന് ശേഷം പിന്നെ ചപ്പാത്തിക്ക് ഇന്ന് കൂട്ടാനുണ്ടാക്കുന്നത് നമ്മൾ പൂരി മസാല ഉണ്ടാക്കത്തില്ലേ, ഉരുളൻകിഴങ്ങ് അതുപോലെ. അപ്പം ഞാനൊരു 4 ഉരുളൻകിഴങ്ങ് ഒന്ന് കുക്കറിലൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു കുറച്ച്, അതൊന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നീട് കുടിക്കാനായിട്ടൊക്കെ വെള്ളമൊക്കെ ഒന്ന് തിളപ്പിക്കാൻ വെച്ചു. അപ്പോൾ ഉരുളൻകിഴങ്ങിന് വേണ്ടി ഞാനിവിടെ സവാള അരിഞ്ഞ് പച്ചമുളകും കീറി ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് കീറി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് ഞാനൊരു 3 വിസിലടിച്ചെടുത്തു. എന്നിട്ട് അത് തണുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഞാനൊരു സ്മാഷറും കൊണ്ട് നന്നായി ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ ചീനച്ചട്ടി വെച്ച് ഓയിലൊഴിച്ചിട്ട് ഇതിലേക്ക് കടുകൊന്ന് പൊട്ടി വന്നിട്ട് ഇതിലേക്ക് പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ അരിഞ്ഞ സവാളയും പച്ചമുളകും അതെല്ലാം കൂടി ഇട്ടൊന്ന് നമുക്കൊന്ന് ഇച്ചിരി നേരം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ട് ഒത്തിരി അങ്ങ് വഴരണ്ട, കുറച്ചൊന്ന് പച്ചപ്പ് പോകണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം പോകണേ. ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആ മസാലയൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി. എന്നിട്ട് ഇതിലേക്ക് ഉടച്ച ഉരുളൻകിഴങ്ങും ചേർത്ത് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ഇച്ചിരി നേരം ചെറിയ തീരൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോഴത്തേക്ക് ഞാൻ തോരൻ വെക്കാനായിട്ട് ഇച്ചിരി ക്യാരറ്റും ബീട്രൂട്ടും ഒന്ന് അരിഞ്ഞെടുത്തായിരുന്നു. അതൊന്ന് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ തോരൻ വെക്കാനായിട്ട് ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ട് സവാള വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള തേങ്ങയും ചേർത്ത് ഇതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം ചോപ്പ് ചെയ്ത് ബീട്രൂട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ ഇച്ചിരി ഗരം മസാലയും ചേർക്കും. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിലൂടെ കിടക്കട്ടെ. എന്നിട്ട് ലാസ്റ്റിൽ വേണമെങ്കിൽ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് തൈരുണ്ടായിരുന്നു, അതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു മോരുകറിക്ക് വേണ്ടി. ഇപ്പോൾ ലാസ്റ്റിൽ അതിൽ കടുകൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോരുകറിയും റെഡിയായി. അപ്പോൾ ഇച്ചിരി മീനൊക്കെ ഞാനൊന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കത്തെല്ലാം റെഡിയായി. മോരുകറി, ബീട്രൂട്ട് തോരൻ, മീൻ വറുത്തതുണ്ട്, ഇന്നത്തെ മീൻ കറിയുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.